ഇനി ആ പെണ്ണിൻ്റെ മുറിയും കൂടെ. എൻ്റെ പൊന്നു തമ്പുരാനെ, മുറി കിടക്കുന്ന കിടപ്പ് നോക്ക്. കെട്ടിച്ചു വിടാൻ പ്രായമായ പെണ്ണ. കിടന്നെഴുന്നേറ്റിട്ട് ആ ബെഡ്ഷീറ്റ് പോലും ഒന്നും മടക്കി വെച്ചിട്ടില്ല. കട്ടിലിൻ്റെ കിടപ്പ് നോക്കിക്കേ, എല്ലാം ചുളുങ്ങി പറിച്ച്. ഇന്നലെ വൈകുന്നേരം എടുത്തോണ്ട് ഇട്ട തുണിയാ പെറുക്കി കൊണ്ടുവന്ന് കൈ വെച്ച് കൊടുത്ത്. അതിനി മടക്കി കൊടുക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അത് കൊണ്ടുവന്ന് കസേരയെ തള്ളി, കസേരയിൽ നിന്ന് എടുത്ത് കട്ടിലേ തള്ളി, കട്ടിലേ കിടക്കാൻ നേരത്ത് വീണ്ടും അതെടുത്ത് കസേരയെ തള്ളി. എന്തായി തീരുവോ എന്തോ. ഒരു പെണ്ണ് ജനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു എനിക്ക് ദൈവമേ ഒരു കൈ സഹായത്തിനൊരെണ്ണം ആയല്ലോ. വല്ലാത്ത സഹായമായിപ്പോയി. ഇനി ഇന്ന് ഒരു ദിവസം മുഴുവൻ ഇതിനകത്ത് തന്നെ ഉണ്ട് എനിക്ക് പണി. പോട്ടെ, ഈ കാണുന്നതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കിടന്നുകൂടെ? ഇതിനെ വല്ലയിടത്തോട്ടും കെട്ടിച്ചു വിട്ടാ ദൈവമേ വല്ലോനും എന്നെ പറയത്തില്ലയോ? തന്തപ്പടി കൊഞ്ചിച്ചും ലാളിച്ചും വഷളാക്കി. അതെങ്ങനാ? അങ്ങനെ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതല്ലല്ലോ ഇവിടുത്തെ ശരിക്കുള്ള മോഹം. ഇനി ഇത് എങ്ങനെ ഞാൻ വൃത്തിയാക്കി എടുക്കും? ഇവിടെ കോണം ഉണ്ടല്ലേ പുറം വഴി 2 കൊടുത്തിട്ട് വൃത്തിയാക്കി ചേരാൻ ഞാൻ. എന്തൊരു കിടപ്പാ ദൈവമേ മുറി. വല്ലൂരും ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് കയറി വന്നാൽ എന്തോ വിചാരിക്കും. വളർത്തു ദോഷം വന്നല്ലേ പറയത്തുള്ളൂ. ഒരു മാസം ഓൺലൈൻ ഷോപ്പിങ്ങിന് തന്നെ 10-15 രൂപ ആവുന്നുണ്ട്. ആ അത്രയും പൈസ ചിലവാക്കി വാങ്ങി വലിയോ തുണി എന്തോരം വാങ്ങി. അപ്പനോടെ കിടന്ന് കഷ്ടപ്പെടുന്നു, മോൾ ഇവിടെ കൊണ്ടുവന്ന് വാരി കൂട്ടിയിടുന്നു. അതൊന്ന് മടക്കി വെക്കടി. ഇനി ഇവിടെ ഒരു പാഠം പഠിപ്പിച്ചേ ശരിയാവത്തുള്ളൂ. പ്രായപൂർത്തി ആയതല്ലയോ. ഇതിനെ വല്ലയിടത്തോട്ടും കെട്ടിച്ചയക്കുന്ന സമയത്ത് ഇത് എനിക്കും നാളെ പഴിയാവും. ഇനി ഇതിനെ എങ്ങനെ നന്നാക്കി എടുക്കും? എന്നും വാർത്തയ്ക്കകത്ത് ഓരോ പെൺപിള്ളേർ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് തൂങ്ങി മരിച്ചെന്നും ഭർത്താവ് പീഡിപ്പിച്ചെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതിനെ വല്ലവൻ്റെ അടുത്തോട്ട് കെട്ടിച്ച് വിട്ടാൽ അതുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. അത്രയ്ക്കുണ്ടേനെ. സ്വന്തം മോളായതുകൊണ്ട് പുറത്ത് പറയാനും പറ്റത്തില്ല. എന്തെല്ലാം കുരുത്തക്കേടാ ദൈവമേ. ആണ് പറക്കേണ്ട സമയത്തെങ്ങാണ്ട് ജനിച്ച ഒരെണ്ണം. ഷോ, നനഞ്ഞ തോർത്ത് കട്ടിലേ കൊണ്ടുവന്ന് ഇടരുതെന്ന് എത്ര പറഞ്ഞാലും ഈ പെണ്ണ് കേൾക്കത്തില്ല. എന്തോ ചെയ്യാനാന്ന് പറ. ഷേ, തുണി കിടക്കുന്ന കിടപ്പ് നോക്കിക്കേ. ഒന്ന് മടക്കി വെച്ചുകൂടായോ? ഇനിയിപ്പോൾ വൃത്തിക്ക് അങ്ങോട്ട് മടക്കി വെക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. വേണേ എടുത്ത് വെക്കട്ടെ. ചുളുങ്ങിയും പറിച്ച് തേക്കാനും എന്തായാലും മെനക്കെടത്തില്ല. ഇതെല്ലാം ഇനി മടക്കി പെറുക്കി. ആഹാ, എഴുന്നള്ളിയേ തമ്പുരാട്ടി. എന്താണ് പോരാളി ഒരു പരിഭവം പറിച്ചിലൊക്കെ? എന്തോന്ന്